നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയിൽ ത്യാഗഫലം മദറിന്റെ അടുത്തേക്ക് ഊർമിളാദേവി വന്നു. ഊർമിളാദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മദർ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ ഇഷ്ടമായോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരെയാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ദത്തെടുക്കാൻ താല്പര്യമുള്ളത്. അപ്പോഴേക്കും ഊർമിള പറഞ്ഞു, എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടപ്പെട്ടു മാഡം, എല്ലാവരും നല്ല കുട്ടികളൊക്കെ തന്നെയാന്ന് പറഞ്ഞു. അതെ, ഒരാളെ ദത്തെടുക്കാൻ വന്ന, പക്ഷെ 2-3 കുട്ടികളെ വേണമെങ്കിൽ എനിക്ക് ദത്തെടുത്ത് വളർത്താനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മദർ പറഞ്ഞു, അറിയാലോ കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല, അതെല്ലാം പൂർത്തിയായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാമതറേ, പിന്നെ എനിക്ക് ചിന്നുമോളെ ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ മദർ പറഞ്ഞു, അത് നടക്കുമെന്ന് തോന്നില്ല, അതിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നമാണെങ്കിലും മദറെ, ഞാൻ അവളെ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ലോ, അവളെ ദത്തെടുക്കാനായിട്ട് കുറച്ച് നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളുടെ സ്പോൺസർ ആയിക്കോളാന്ന് പറഞ്ഞു. സ്പോൺസറോ? അതേന്നെ, തിരുവല്ലയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നല്ല ഒന്നാന്തരം കിൻഡർ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അവളെ അവിടെ കൊണ്ടുപോയിക്കോളാം. അവിടെ കൊണ്ടുപോയി അവൾക്ക് വേണ്ടിയിട്ട് ഒരു ആയയെ അതുപോലെ തന്നെ ഒരു സെർവൻറ്റിനെ നിർത്തിക്കോളാം. അല്ല, അങ്ങനെയൊക്കെ പറ്റുമോയെന്ന് ചോദിച്ചു. ഞാൻ അവളുടെ സ്പോൺസർ മാത്രം ആയിക്കൊള്ളാന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് എന്താന്നോ, സ്പോൺസർ ആന്ന് മാത്രമാണ് പുറമെ എല്ലാവർക്കും അറിയാവുന്നത്, പക്ഷെ ഞാൻ അവളെ ദത്തെടുത്തതുപോലെ അവളെ ഞാൻ വളർത്താനായിട്ട് പോകുന്നത്, അവളുടെ പഠിപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിക്കോളാം, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ സ്പോൺസറായിട്ട് ഏറ്റെടുത്ത് കഴിയുമ്പം നിയമക്കുരുക്കളും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ദത്തെടുക്കുമ്പോഴല്ലേ 100 പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സിസ്റ്റർ ഒന്ന് ആലോചിച്ചു. സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് മറുപടി പറയാം, കാരണം അവളെ ഇവിടെ ഏൽപ്പിച്ച ആൾക്കാരുണ്ട്, അവരോടും കൂടെ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഊർമിളാദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, മദർ നന്നായിട്ടൊന്ന് ആലോചിക്കുക, ഒരു പക്ഷേ ചിന്നുമോളെ എനിക്ക് കിട്ടുവാണെങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ ഡൊണേഷൻ തരാം ത്യാഗഭവനിലേക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മദർ മറ്റുള്ള സിസ്റ്റർമാരെ നോക്കി, അവർക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഊർമിളാദേവി പോകാനായിട്ട് ഇറങ്ങണ സമയത്ത് ചിന്നുമോൾ ഓടി അങ്ങോട്ട് വന്നു. അതെന്താ എന്നോട് പറയാതെ പോവാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചിന്നുമോളെ കോരിയെടുത്തു ഊർമിള. എന്നിട്ട് പറഞ്ഞു, മോളോട് പറയാതെ ഞാൻ പോയില്ലല്ലോ. അതെ, ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. എപ്പോഴാണ് പോയിട്ട് വരുന്നേ? അത് ഞാൻ വരാം, മോളിവിടെ ഇരിക്കട്ടോ. അതെ, ആൻറ്റിയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ ശരി. അങ്ങനെ ചിന്നുമോളുടെ കുറച്ച് സംസാരം കൂടെ കേട്ടതിന് ശേഷമാണ് ഊർമിളാദേവി പോകുന്ന സമയത്ത് ഊർമിളയ്ക്ക് ടാറ്റു കൊടുത്തിട്ടാണ് ചിന്നുമോൾ വിടുന്നത്. ഊർമിളയ്ക്ക് എന്തോ വല്ലാത്തൊരു അടുപ്പം തോന്നി ചിന്നുമോളോട്. ചിന്നുമോളെടുത്ത് നെഞ്ചോടി എടുത്ത് പിടിക്കുമ്പോഴത്തേനും തൻ്റെ സ്വന്തം മോളാണ് എന്നൊക്കെ ഒരു ചിന്തയ്ക്കായിരുന്നു ഊർമിളയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അലീന അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു. അങ്ങനെ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് മനുവിൻ്റെ കോള് വരുന്നത്. മനുവിൻ്റെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, പറഞ്ഞോ മനുവേട്ട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിച്ചു. അതെന്താ? അല്ല, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, ഫോൺ എടുത്തിട്ട് ഹലോ ആരാ സംസാരിക്കണേ, അപ്പം ഞാൻ പറയും കൊല്ലപ്പള്ളിന്ന് മനുശങ്കറാന്ന് പറയും, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോഴെന്താ ഒരു മാറ്റം എന്ന് ചോദിച്ചു. അതോ? അതെ, മനുവായിട്ട് ഇപ്പം പറയുന്ന ഏത് കാലത്തെക്കുറിച്ചാണ്? 30 വർഷം മുമ്പത്തെ കാലത്തെക്കുറിച്ചാണെന്ന് ചോദിച്ചു. 30 വർഷം മുമ്പത്തെയോ? അല്ല പിന്നെ, അപ്പം ഇതേത് കാലമോ? ഇത് മിഡിൽ ഏജ് ആയില്ലേന്ന് ചോദിച്ചു. അലീന കളിയാക്കുവാണ്. മനുശങ്കർ പറഞ്ഞു, മനസ്സിലായി, ചില സമയത്തെ നിന്റെ സംസാരമേ എൻ്റെ മുത്തശ്ശിയുടെ സംസാരം പോലെ ഉണ്ട്, സൗദാമിനി മുത്തശ്ശിയുടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, ഇന്ന് മനുവേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, പാൽപ്പായസം വല്ലതും കുടിച്ചോന്ന് ചോദിച്ചു. കുടിച്ചു, പാൽപ്പായസം കുടിച്ചോണ്ടിരിക്കുക. സത്യമാണോ? പായസം കുടിച്ചോണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു. അതെ, ഇപ്പം തന്നെ അത് കുടിച്ചു തീരും. പാൽപ്പായസം കുടിച്ച പോലെയല്ലേ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കണേ, നിന്നെ വിളിക്കുമ്പോൾ എനിക്ക് പാൽപ്പായസം കുടിച്ച പ്രതീതിയാന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീന ആ കാര്യം ശ്രദ്ധിക്കുന്നത്. പപ്പടം കത്തിപ്പോയി, അയ്യോ എൻ്റെ പപ്പടം കത്തിപ്പോയെന്ന് പറഞ്ഞു. അതേന്നെ, മനുവേട്ടനോട് സംസാരിച്ചോണ്ടിരുന്നു, അത് കരിഞ്ഞു പോയത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അലീന എതിർത്ത് മാറ്റുവാണ്. മനുഷ്യങ്കരോട് സാരമില്ല, പോട്ടെ, ഒരു പപ്പടമല്ലേ പോയുള്ളൂ, വലിയ നഷ്ടമല്ലേ വന്നിരിക്കണമെന്ന് ചോദിച്ചു. മനുവേട്ട, അങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഒല്ലോട് പപ്പടം ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ടേന്ന് ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അതാ നഷ്ടം നികത്താലോ. അതെ, തൽക്കാലത്തേക്ക് വേണ്ട, ഇവിടെ ലോഡ് ഇറക്കാൻ ആളില്ലെന്ന് പറഞ്ഞു. ലോഡ് ഇറക്കാൻ ആളില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ വന്ന് ലോഡ് ഇറക്കാന്ന് പറഞ്ഞു. വേണ്ട, തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, ഇന്ന് അവിടെയും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം ചോദിച്ചു.
മനുവേട്ട ഇവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ, ആർക്കാ ഉണ്ടായെന്ന് ചോദിച്ചു. പിന്നീട് രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. അവന് പനി വന്നതും അതിനുശേഷം അവനെ ശുശ്രൂഷിച്ചതും അവന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളും പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ നാളെ മുതൽ വല്ല ഗുണ്ടയോ പിടിച്ചുപറിക്കാരനോ ഒക്കെ ആവാല്ലേന്ന് ചോദിച്ചു. അതെന്തിനാ? അല്ല, അങ്ങനെ ആകുവാണെങ്കിൽ എന്നെ നേരെയാക്കാനായിട്ട് ശ്രമിക്കുമല്ലോ, എന്നെ ഇതുപോലെയൊക്കെ നേർവഴിയിലേക്ക് നയിക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കൂടപ്പിറപ്പുകളെ മാത്രം അങ്ങനെ ആക്കുള്ളൂ, വേറുള്ളവരുടെ അത്ര സ്നേഹമൊന്നും ഇല്ലല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മനുവേട്ട എൻ്റെ സഹോദരങ്ങളല്ലേ, അപ്പോൾ എനിക്ക് അവരോട് സ്നേഹമില്ലാതിരിക്കുമോ? ഇത്രയും കാലം എനിക്ക് അവരൊന്നും ഉണ്ടായിരുന്നില്ലോ, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായെന്നൊക്കെ മനു പറഞ്ഞു. അപ്പോഴേക്കാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. എന്താ ചേച്ചി ഇവിടെ ഒരു കരിഞ്ഞ മണമെന്ന് ചോദിച്ചോണ്ട് അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മനുവേട്ട ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു. മനുഷ്യങ്കറാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, എന്തിനാ ചേച്ചി കോള് കട്ട് ചെയ്തേ? വിളിച്ചോളാൻ മേലായിരുന്നോ? അതെ, ഹാളിലിരുന്നപ്പോൾ ഒരു കരിഞ്ഞ മണം വന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അതേ, പപ്പടം കത്തിപ്പോയി. മനുവേട്ടനോട് സംസാരിച്ചുകൊണ്ട് സമയത്ത് അത് ശ്രദ്ധിക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ, ഒരു പപ്പടമല്ലേ പോയാളെന്ന് കൃഷ്ണമോൾ പറഞ്ഞു. മോളെ, അതേ ടെറസിലെ കുറേ തുണികൾ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇന്നെടുത്ത് മടക്കി വെക്കുമോ? കുറേ തുണികളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകാൻ ചേച്ചിന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ബബിതയും കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ എങ്ങും വിളിക്കത്തില്ല, അവളെങ്ങും വരത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വരുമായിരിക്കും, മുമ്പത്തെ പോലെ ഒന്നും അല്ല. അത് കേട്ടപ്പം അലീന പറഞ്ഞു, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി അവൾക്കിപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് പറയാൻ ഇത്തിരി മടിയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പം വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഥയെ മുട്ടുന്ന സമയത്ത് രോഹിത്ത് പറഞ്ഞു, കയറിപ്പോരെ, അതിന് കുറ്റിയും കൊളുത്തും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, അതേ കഴിക്കാൻ താഴേക്ക്. എന്താ രോഹിത്തിന് കഴിക്കാൻ വേണ്ടേ? ചോറ് വേണോ, ചപ്പാത്തി വേണോ, എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, എനിക്ക് ഇത്തിരി കഞ്ഞിയും പപ്പടം ചുട്ടരച്ച ചമ്മന്തി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ റെഡിയാ, എങ്കിൽ താഴേക്ക് പോരാൻ പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഇത് പറയാനാണെങ്കിൽ ചേച്ചിയും കൂടെ കയറി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ, അവിടെ എന്നിട്ട് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരില്ലായിരുന്നു ചോദിച്ചു. അതെ, അത് മാത്രമല്ല, എനിക്ക് വേറെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു. എന്താ ചേച്ചി, എന്താ കാര്യം? എന്താ അത് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് വിഷമമൊന്നും തോന്നരുതെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. നിനക്കറിയാലോ നിന്റെ പ്രശ്നങ്ങൾ, അത് കാരണം ഈ കുടുംബത്തിലെല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട്. അച്ഛനും ഭവിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ അവർക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നീ അവരോട് സോറി പറയണമെന്ന് പറഞ്ഞു. ഒരു നിമിഷം രോഹിത്തൊന്നും മിണ്ടിയില്ല. നിനക്കറിയാലോ അവരുടെ വേദന എന്താന്ന്. നിന്റെ അമ്മയ്ക്കും ഒരു പക്ഷേങ്കിൽ വേദനകളൊക്കെ ഉണ്ടായിക്കണം. നീ അപ്പം സോറി പറയാതിരിക്കാൻ പാടില്ല, സോറി പറയണം. അല്ല ചേച്ചി, ഞാൻ എങ്ങനെയാ അച്ഛൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നത്? എനിക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിയാന്ന് പറഞ്ഞു. കാരണം നല്ല സങ്കടമുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. സാരില്ല, നീ അച്ഛനോട് പോയി സോറി പറയണം, അതോടുകൂടി നിന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എല്ലാം മാറുമെന്ന് പറഞ്ഞു. ഒടുവിൽ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് അലീന ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ നോക്കി, രണ്ടുപേരും വാതൊക്കെ നിൽക്കുന്നുണ്ട്. ബാ കയറി വരാൻ പറഞ്ഞു. രോഹിത്ത് അകത്തേക്ക് കയറി. പിന്നീട് അലീന എന്ത് ചെയ്തു, കൃഷ്ണേനെയും ബബിതയും കൂട്ടാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മുറിയിലേക്ക്. അവർ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് നേരെ ബാലേന്ദ്രൻ്റെ മുറിയുടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് ബാലേന്ദ്രനോട് രോഹിത്ത് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അച്ഛാ ക്ഷമിക്കണം കേട്ടോ അച്ഛാ, എനിക്ക് അങ്ങനെ ഒരു തെറ്റി പറ്റിപ്പോയി. ഇനി ഞാനതൊന്നും ആവർത്തിക്കില്ല. ഞാൻ കാരണം അച്ഛന് ഒത്തിരി ബുദ്ധിമുട്ടും വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോറി കേട്ടോ അച്ഛാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ബാലേന്ദ്രൻ കണ്ടൊക്കെ നിറഞ്ഞു വന്നു. എന്താടാ നീ പറയണേ? അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, നീ എൻ്റെ മകനല്ലേ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കണം. അച്ഛാ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ കാലിലേക്ക് വീഴുവാണ് രോഹിത്ത്. ബാലേന്ദ്രൻ രോഹിത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം കൃഷ്ണേടം ബബിതയുടെയൊക്കെ കണ്ണ് നിറഞ്ഞു വന്നു. അവർക്ക് സങ്കടമായി. ബബിതയിൽ നിന്ന് കരയുവാണ്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, മോൻ വിഷമിക്കൊന്നും വേണ്ട, കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ സമാധാനിപ്പിക്കുകയാണ്. രോഹിത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അച്ഛനെ ആരെയും വേദനിപ്പിക്കാനും പാടില്ലായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴിയുന്ന സമയത്താണ് അലീന രോഹിത്തിനെ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞതേ ഇവിടെ നിൽക്കുന്നവരോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത്ത്
ബബിതയുടെ കൃഷ്ണയുടെ അടുത്തേക്ക് വന്നു. കൃഷ്ണയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സോറി ഇട്ടോ മോളെ, എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ബബിതയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാരണം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായില്ലേ, എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ബബിതയും ചേർത്ത് പിടിക്കണം. ബബിതയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബബിത എവിടെ അങ്ങോട്ട് പോയി. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനും സങ്കടം വന്നു. ബാലേന്ദ്രനും കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ്. അലീന കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. അതൊക്കെ കണ്ടു കഴിയുമ്പം കണ്ടിരിക്കുന്നവരുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്ര വികാരനിർഭരമായ രംഗങ്ങളൊക്കെയാണ് അലീനെ ബാലേന്ദ്രനും എല്ലാവരും കൂടെ ചേർന്ന് കാഴ്ചവെക്കുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.